Good afternoon. Okay, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ അതിന്റെ സിംറ്റംസുകൾ നോക്കിയായിരുന്നു. പിന്നെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ, ഈ ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ വരാനുള്ള സോഴ്സ് ഏതാണ്, ഉറവിടങ്ങള് എവിടെ നിന്നൊക്കെ ഇൻഫെക്ഷൻ വരാൻ എന്നുള്ള പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഹു ഈസ് അറ്റ് ദ റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷന് റിസ്ക് ഉള്ളവര്, സാധ്യതയുള്ളവര് ആരൊക്കെയാണ്, ഇത്രയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. മോഡ് എന്ന് പറഞ്ഞ രീതി, ഈ ഇൻഫെക്ഷൻ, ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതികൾ ഏതൊക്കെയാണ്, ഏതെല്ലാം മാർഗങ്ങളിലൂടെ ട്രാൻസ്ഫർ ചെയ്യാം, അതാണ്. ഫസ്റ്റ് വരുന്നത് കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ. അത് തിരുത്താൻ പറഞ്ഞായിരുന്നു, BORN ആണ്. ഹാൻഡ് ബോൺ ഓർ കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ദിസ് ഈസ് ദ കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. കോമൺ മോഡ് എന്ന് പറയുന്നത് കോണ്ടാക്ട് തന്നെയാണ്. കോണ്ടാക്റ്റിലൂടെ ഈ ഇൻഫെക്ഷൻ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നു. ഓക്കെ, കോണ്ടാക്ട് വഴി. അപ്പൊ കോണ്ടാക്ട് ട്രാൻസ്മിഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ഇൻടു 2 സബ് ഗ്രൂപ്പ്സ്. 2 സബ് ഗ്രൂപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ആണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, രണ്ടാമത്തെ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഇപ്പൊ ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് അറിയാം, നമ്മുടെ ബോഡി ആ ഒരു ഡയറക്റ്റ് സർഫസുമായിട്ട് കോണ്ടാക്ട് വരുന്നതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. നേരെ നമ്മൾ ആ ഒരു പേഷ്യന്റിനെ ടച്ച് ചെയ്യുമ്പോഴോ അവർക്ക് നേരെ ആ സർഫസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴോ കൈ കൊണ്ട് നമ്മൾ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. This consists of a direct surface to body surface contact. അപ്പൊ എങ്ങനെയാ ഡയറക്റ്റ് നമ്മുടെ ആ സർഫസിൽ നമ്മുടെ ബോഡി നേരെ കോണ്ടാക്ട് വരിക ചെയ്യുന്നത്. This consists of a direct surface to body surface contact and physical shifting of microorganisms between a host and an infected or colonized, such as when കോളനൈസ്ഡ്. അത്രയും നോക്കാം. നോക്കിയേ, അതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് സർഫസിൽ ഡയറക്റ്റ് അവിടെ നമ്മൾ ബോഡി സർഫസ് ആ സർഫസുമായിട്ട് ഇൻഫെക്റ്റഡ് സർഫസുമായിട്ട് നേരെ കോണ്ടാക്ട് വരുമ്പോഴാണ് ഈ കോണ്ടാക്ട് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ആൻഡ് ദെൻ ദർ ഈസ് ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അവിടെ നിന്ന് മൈക്രോ ഓർഗാനിസംസ് ഹോസ്റ്റിലേക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഫ്രം ഇൻഫെക്റ്റർ ഓർ കോളനൈസ്ഡ്, എന്താ ഇൻഫെക്ഷൻ ഉള്ള സർഫസിൽ നിന്ന് നേരെ ആ ബോഡി കോണ്ടാക്റ്റിലൂടെ നേരെ നമ്മളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതാ പറഞ്ഞേക്കുന്നത്. സച്ച് ആസ് വെൻ എ പേഴ്സൺ ടേൺ എ പേഷ്യന്റ്. അതായത് ഒരു വ്യക്തി നമ്മുടെ പേഷ്യന്റിനെ നമ്മൾ മാറ്റുമ്പോഴോ, അതായത് അവരെ എണിപ്പിക്കോ അവരെ കിടത്തോ അവരുടേതായ അവരെ നേരെ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന കാര്യങ്ങള് പേഷ്യന്റിനെ മാറ്റുമ്പോഴോ, പിന്നെ ഗിവ് എ ബാത്ത് അവരെ കുളിപ്പിക്കുമ്പോഴോ, ഓർ ഡസ് അതർ പേഷ്യന്റ് കെയർ ജോബ്സ്. പേഷ്യന്റ് കെയർ, രോഗി പരിചരണം, പല ഇപ്പൊ നമ്മള് എന്താ പറയാ ഇൻഫെക്ഷൻ ഉള്ള ആളെ അതിന് നോക്കാൻ നിൽക്കുന്നവര് ആ രോഗിയായിട്ട് കൂടുതൽ കോണ്ടാക്ട് ചെയ്യുന്നവരാണല്ലോ. അങ്ങനെ ആ രോഗി പരിചരണ ജോലികളിൽ ഏർപ്പെടുമ്പോൾ പേഷ്യന്റ് കെയർ ജോബ്സ് ദാറ്റ് നീഡ് ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട്. ഈ സാഹചര്യങ്ങളിലെല്ലാം ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് വരും. അപ്പൊ നമ്മൾ ഒന്നിലെ പേഷ്യന്റിനെ ഏൽപ്പിക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനകത്ത് അവരെ കുളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള പേഷ്യന്റ് കെയർ ജോബ്സുകൾ ചെയ്യുമ്പോഴോ ഒക്കെ ഡയറക്റ്റ് ആ പേഴ്സണൽ കോണ്ടാക്ട് വരികയാണ്. അതിൽ കൂടെ ഈ ഇൻഫെക്ഷന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ്. ഡയറക്റ്റ് ആ ഒരു ഇൻഫെക്റ്റഡ് സർഫസിൽ നമ്മുടെ ബോഡി ഡയറക്റ്റ് ടച്ച് ചെയ്യുമ്പോൾ വരുന്നതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഡയറക്റ്റ് ആ ഒരു സർഫസിൽ നമ്മൾ ടച്ച് ചെയ്യുന്നതില്ല. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കിയേ.
this consists of a contact of susceptible host. Susceptible എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ സാധ്യതയുള്ള susceptible host with a changed intermediate object like contaminated instruments, needle or dressing or stained gloves that are not changed between the patients. ഓക്കെ, ഇതെങ്ങനെ വരാം? അത് നേരെ ടച്ച് വരണമെന്നില്ല, പക്ഷെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സുകൾ വഴിയാണ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത് വഴി. അപ്പൊ ഇൻസ്ട്രുമെന്റ്സ് മുഖാന്തരം ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡിലുകൾ ഉപയോഗിക്കുന്ന വഴി, അല്ലെങ്കിൽ ഡ്രസ്സിങ്സിലൂടെ, വസ്ത്രങ്ങളിലൂടെ, ഓർ ചെയിൻഡ് ഗ്ലൗസ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്ലൗസുകൾ ഉപയോഗിക്കുന്നത് വഴി, ദാറ്റ് ആർ നോട്ട് ചേഞ്ച്ഡ് ബിറ്റ്വീൻ ദ പേഷ്യൻസ്. അപ്പൊ ഒരു പേഷ്യന്റിനെ നോക്കിയ ഗ്ലൗസ് ഉപയോഗിച്ച് അടുത്ത ആളെ നോക്കുമ്പോൾ അങ്ങനെ വരാം. അത് ചേഞ്ച് ചെയ്യാത്ത ഗ്ലൗസ് ഉപയോഗിക്കുമ്പോൾ ആൻഡ് ടെയിൻഡ് സർഫസ് ബൈ നീഡിൽ, ഡ്രൈഡ് ബ്ലഡ് ദാറ്റ് ട്രാൻസ്മിറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി. നമ്മൾ പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവറിന്, അത് കരൾ വീക്കത്തിനാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും 5 ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടെന്ന് പറഞ്ഞു. അതില് ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ സ്പ്രെഡ് ചെയ്യുന്നത്, ബിയും സിയും. അപ്പൊ അങ്ങനെ ബോഡി ഫ്ലൂയിഡ് ഒക്കെ വഴി ഇങ്ങനെ മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയാം. അപ്പൊ അവിടെ എങ്ങനെയാണെന്ന് പ്രധാന ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സുകൾ വഴിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ എങ്ങനെയാ? കൺസിസ്റ്റ് ഓഫ് ദ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട് ആയിരുന്നു. ഇവിടെ ഇൻഡയറക്റ്റിലാവുമ്പോൾ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റുകൾ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിൽ കൂടെ വരാം, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡിൽസുകള്, അല്ലെങ്കിൽ ഡ്രസ്സിങ്ങുകള്, ഗ്ലൗസുകളിൽ നിന്ന്, പിന്നെ അതുപോലെ ഡ്രസ്സിങ്സില്, പിന്നെ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബോഡി ഫ്ലൂയിഡിലൂടെയൊക്കെ ഇങ്ങനെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, അത് രണ്ടും ക്ലിയർ ആണോ? ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ മോഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. അതിന്റെ പേരുകൾ ഓരോന്ന് നോക്കണം. കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ പറഞ്ഞു ഫസ്റ്റത്തെ. അതിന്റെ 2 സബ് ഗ്രൂപ്പാണ്, ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ്. ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്ലെറ്റ്സ്, വായു തുള്ളികളിലൂടെ. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വായു തുള്ളികളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ഇൻഫെക്ഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഇവിടെ നോക്കിയേ, ട്രാൻസ്മിഷൻ happens when droplets that contain microbes from infected person are pushed a short distance through the air and deposited on the patient's body. ഇവിടെ നോക്കിയേ, എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ, വായു തുള്ളികളിലൂടെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അത് എന്തുണ്ട്? ഡ്രോപ്ലെറ്റ്സിൽ എന്തുണ്ട്? കണ്ടെയ്ൻ മൈക്രോബ്സ് ഉള്ള വായു തുള്ളികള്. അപ്പൊ അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ നിന്ന് അവര് ഇങ്ങനെ ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഡ്രോപ്ലെറ്റ്സിൽ മൈക്രോബ്സ് ഉണ്ടാവും. ആ മൈക്രോബ്സ് എങ്ങനെയാണ്? കുറേ സമയം ആ ഒരു എയറിൽ ഇങ്ങനെ നിൽക്കും ആ ഡ്രോപ്ലെറ്റ്സ്. അതിലെന്തുണ്ട്? മൈക്രോബ്സ് ഉള്ള ഡ്രോപ്ലെറ്റ്സ് എയറിൽ കുറച്ച് സമയത്തേക്ക്, ആ ഷോർട്ട് ഡിസ്റ്റൻസ്, കുറച്ച് ദൂരം ആ വായുവിലൂടെ കുറച്ച് ദൂരം ഇങ്ങനെ തള്ളുകയും അത് എന്ത് ചെയ്യുന്നു? അത് ഡെപ്പോസിറ്റഡ് ഓൺ ദ പേഷ്യൻസ് ബോഡി, പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ആ ഡ്രോപ്ലെറ്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതായത് എന്താ പറഞ്ഞത്? ഇതിനകത്ത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോബ്സ് ഉള്ള ഡ്രോപ്ലെറ്റ്സ്, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ അയാള് ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ, കഫിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഇൻഫെക്ഷൻ ഉള്ള, അതായത് മൈക്രോബ്സ് ഉള്ള ഡ്രോപ്ലെറ്റ്സ് അത് വായുവിലേക്ക് നേരെ പുഷ് ചെയ്യുകയും അത് കുറച്ചു ദൂരം വായുവിലൂടെ ഇങ്ങനെ വായുവിൽ തന്നെ നിൽക്കുകയും അത് നേരെ ഈ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്.
ഇറ്റ് ഈസ് മെയിൻ ഫ്രം കഫിങ്. ഇത് മെയിൻ ആയിട്ട് എങ്ങനെയാ? കഫിങ്, ചുമയ്ക്കുന്നതിലൂടെ. ചുമയ്ക്കുമ്പോ ചെറിയ ഡ്രോപ്ലെറ്റ്സ് വരുമല്ലോ, അത് കഫിങ് ഒക്കെ വരുമ്പോഴാണ്. ദാറ്റ് ഡ്രോപ്ലെറ്റ്സ് ആർ ജനറേറ്റഡ് ഫ്രം ദ സോഴ്സ് പേഴ്സൺ ആൻഡ് ഡ്യൂറിങ് ദ പെർഫോമൻസ് ഓഫ്. അപ്പൊ ഇതെങ്ങനെയാ പറഞ്ഞേക്കുന്നത്? ഇൻഫെക്ഷൻ അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യും, ആ ഒരു പേഷ്യന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. കഫിങ് ഒക്കെ ചെയ്യുമ്പോൾ, ചുമയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ സോഴ്സ് പേഴ്സണിൽ നിന്ന് ആ പേഷ്യന്റിലേക്ക് ഇൻഫെക്ഷൻ മൈക്രോബ്സ് സ്പ്രെഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഡ്യൂറിങ് ദ പെർഫോമൻസ് ഓഫ് ദ സർട്ടൻ പ്രൊസീജിയർ സച്ച് ആസ് ബ്രോങ്കോസ്കോപ്പി. ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡോസ്കോപ്പിക് ടെക്നിക് ആണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ എൻഡോസ്കോപ്പിക് ടെക്നിക്ക്. നമ്മുടെ എയർവേ, ലങ്സ്, ഇതൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്, ഡയഗ്നോസ്റ്റിക്കിന്റെ ഭാഗമായിട്ട് അതൊക്കെ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എൻഡോസ്കോപ്പിക് ടെക്നിക്കാണ് ഈ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ട്യൂബ്, ക്യാമറയൊക്കെ ഉള്ള ഒരു ട്യൂബ് ഉണ്ട്. അത് നമ്മുടെ ഒന്നില്ലെങ്കിൽ വായുവിലൂടെയോ അല്ലെങ്കിൽ മൗത്തിലൂടെയൊക്കെ അകത്തേക്ക് എയർവേസിലേക്ക് കടത്തിവിടും. എന്നിട്ട് അത് എയർവേയും അതുപോലെ ലങ്സ് ഒക്കെ നോക്കുന്ന ഒരു ഇതാണ് എൻഡോസ്കോപ്പിക് ടെക്നിക്കാണ് ബ്രോങ്കോസ്കോപ്പി. അപ്പൊ ഇങ്ങനെ ബ്രോങ്കോസ്കോപ്പി പ്രൊസീജിയർ ചെയ്യുന്ന സമയത്തും ഇതുപോലെ തന്നെ ഡ്രോപ്ലെറ്റ്സ് ട്രാൻസ്മിഷൻ വരാം. ഓക്കെ, source person and during the performance of certain procedure such as bronchoscopy. ബ്രോങ്കോസ്കോപ്പി പോലുള്ള പ്രൊസീജിയർ പെർഫോം ചെയ്യുന്ന സമയത്തും പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ട് കഫിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ്, ചുമയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൈക്രോബ്സ് അടങ്ങിയ ഡ്രോപ്ലെറ്റ്സ് വായുവിലേക്ക് വന്നിട്ട്. പ്രസന്റേഷൻ ഇല്ലേ? ഇവിടെ പ്രസന്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഓവാലോ, ചിലപ്പോ നിങ്ങളുടെ വല്ല നെറ്റിന്റെ മഴയൊക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട് ചിലപ്പോ നെറ്റിന്റെ വല്ല പ്രശ്നം കൊണ്ട് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ചുമയ്ക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ബ്രോങ്കോസ്കോപ്പി പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോഴാണ് മെയിൻ ആയിട്ട് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ നോക്കിയേ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ? എല്ലായിടത്തും തന്നെ മഴയുണ്ട്, ഇവിടെയും മഴയുണ്ട് കേട്ടോ. ഇവിടെ മഴയുണ്ട് ഇപ്പൊ. ഓക്കെ, അപ്പൊ അതാണ് ചിലപ്പോ നെറ്റ് ഇഷ്യൂ കൊണ്ടൊക്കെ ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അവര് പറയണ്ടായിരുന്നു നെറ്റൊക്കെ ഇത്തിരി പ്രശ്നം ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ട്രാൻസ്മിഷൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡ്രോപ്ലെറ്റ് ആണ്. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ നമ്മുടെ ആ വായു തുള്ളികളുടെ, മൈക്രോബ്സ് അടങ്ങിയ വായു തുള്ളികള് അത് നമ്മള് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യന്റ് ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നേരെ വായുവിലേക്ക് കടക്കുന്നു. അത് കുറച്ച് ഡിസ്റ്റൻസ് അത് നേരെ പുഷ് ചെയ്തിട്ട് അത് പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്താണ് എയർബോൺ ട്രാൻസ്മിഷൻ. എയർബോൺ എന്ന് പറഞ്ഞ ഏതാ? എയറിൽ കൂടെ ട്രാൻസ്മിഷൻ നടത്തുന്നു, എയർബോൺ ട്രാൻസ്മിഷൻ. ഓക്കെ, ഡിസെമിനേഷൻ. ഡിസെമിനേഷൻ എന്ന് വെച്ചാൽ വ്യാപനം. ഡിസെമിനേഷൻ, DISSEMINATION. ഡിസെമിനേഷൻ എന്ന് വെച്ചാൽ വ്യാപനം. Can be either airborne droplet nuclei or dust particles that contain the infected agents. ഓക്കെ, അപ്പൊ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഡ്രോപ്ലെറ്റ്സിൽ കൂടെയാണെന്നാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ പറഞ്ഞത്. ഇനി എയർബോൺ ട്രാൻസ്മിഷൻ എങ്ങനെയാ നോക്കിയേ? ക്യാൻ ബി ഐദർ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ. ഡ്രോപ്ലെറ്റ്സിൽ കൂടെ തന്നെ. ഈ ഡ്രോപ്ലെറ്റ്സ് എവിടെയാ? എയറിലല്ലേ ഇരിക്കുന്നത്. എയറിൽ കൂടി, എയറിലാണ് ആ ഡ്രോപ്ലെറ്റ്സ് വരുന്നത്. അത് സെയിം തന്നെ. ഡിസെമിനേഷൻ ക്യാൻ ബി ഐദർ എയർബോൺ. ഡിസെമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപനം. ഡിസെമിനേഷൻ വ്യാപനം, സ്പ്രെഡ് ചെയ്യുന്നത്, വ്യാപനം. ക്യാൻ ബി ഐദർ, ഒന്നില്ലെങ്കിൽ ഏതാ? എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയസയോ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളോടെ കണ്ടെയ്ൻ ദ ഇൻഫെക്റ്റഡ് ഏജന്റ്. ഇൻഫെക്റ്റഡ് ഏജന്റ്സ് ഉള്ള പൊടിപടലങ്ങൾ, ഡസ്റ്റ് പാർട്ടിക്കിൾസിലൂടെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമ്മൾ എയർബോൺ എന്ന് പറഞ്ഞാൽ എയറിൽ കൂടെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നോസോകോമിയൽ ഇൻഫെക്ഷൻ എയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് എങ്ങനെയാ? ഒന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡ്രോപ്ലെറ്റ്സിൽ കൂടെ, അതും എയറിൽ കൂടെ അല്ലേ പോകുന്നത് ഡ്രോപ്ലെറ്റ്സ്. ആ എയറിൽ കൂടെ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ വഴിയോ അല്ലെങ്കിൽ ഓർ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങൾ, അതിൽ എന്തുണ്ട്? ഇൻഫെക്ഷൻസ് ഏജന്റ്സ് ഉള്ള
പൊടിപടലങ്ങളിലൂടെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഇനി അതിനകത്ത് ബ്രാക്കറ്റിൽ കൊടുത്തേക്കണം നോക്കിയേ, എ സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ ഓഫ് ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസംസ് which remain suspended in the air for long period of time. ഇവിടെ നോക്കിയേ, സ്മോൾ പാർട്ടിക്കിൾസ്, സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ എന്ന് വെച്ചാൽ അവശിഷ്ടങ്ങളൊക്കെ, ചെറിയ പാർട്ടിക്കിൾസിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ ഓഫ് ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് കണ്ടെയ്ൻ, അതെന്തുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉള്ള സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂസ് വിച്ച് അതെന്ത് ചെയ്യുന്നു, വിച്ച് റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദ എയർ, എയറിൽ കുറച്ചു നേരം സസ്പെൻഡ് ചെയ്യുന്നു, ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. കണ്ടോ, റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദ എയർ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം, കുറെ നേരത്തേക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, മൈക്രോബ്സ് ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അത് എങ്ങനെയാ ലോങ് പീരീഡ് ഓഫ് ടൈമില് നമ്മളത് എയറിൽ നിൽക്കും, കുറെ നേരം എയറിൽ അത് സസ്പെൻഡ് ചെയ്ത് തന്നെ നിൽക്കും. അങ്ങനെ എന്താ ഈ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാന്നാ പറയുന്നത്. ഓക്കെ, എയർബോൺ എന്ന് പറഞ്ഞാൽ എയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞു ഡ്രോപ്ലെറ്റ്സിൽ കൂടെയോ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ, ഡ്രോപ്ലെറ്റ്സിൽ കൂടെയോ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇൻഫെക്റ്റഡ് ഏജൻസ് ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ പൊടിപടലങ്ങളിലൂടെയൊക്കെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, എയർബോൺ. ഇനി അടുത്തത് ഫോർത്ത് എന്ന് പറഞ്ഞാൽ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. ഈ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസ് ആണ് ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഏജന്റ് വഴിയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, ദിസ് അപ്ലൈസ് ടു മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റഡ് ടു ദ ഹോസ്റ്റ് ബൈ കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഹോസ്റ്റിലേക്ക്? കണ്ടാമിനേറ്റഡ് ഐറ്റംസുകൾ വഴി, സച്ച ഫുഡ് വഴി, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം നല്ല വാട്ടർ അല്ലെങ്കിൽ നമ്മൾ ബോയിൽ ചെയ്യാത്ത തിളപ്പിക്കാത്ത വെള്ളമൊക്കെ ആണെങ്കിൽ അത് വഴി വരാം, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ വഴി വരാം. മെഡിക്കേഷൻ, മരുന്നുകളിലൂടെ ട്രാൻസ്ഫർ ചെയ്യാം. ഡിവൈസുകൾ, ഉപകരണങ്ങളിലൂടെ, എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ വഴി, ഡിവൈസുകൾ വഴി, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ദിസ് അപ്ലൈസ് ടു മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റഡ് ടു ദ ഹോസ്റ്റ് ബൈ കണ്ടാമിനേറ്റഡ് ഐറ്റംസ്. ഏതൊക്കെയാന്ന് നോക്കിയേ, ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്സ്. ഇങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ഐറ്റംസുകൾ, ഈ ഐറ്റംസ് ഒക്കെ വഴി ഈ ഹോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതായത് ഒരു ഏജൻസ് ആണ് ഇവിടെ ഇത് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ? ഏതൊക്കെയാ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ വരുന്നത്? ഫുഡ് വരും, കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ് ആൻഡ് എക്യുപ്മെന്റ്സ്. ഇതൊക്കെ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ ആണ്. ഇനി അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികൾ വഴിയാണ് ഇവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ലിവിങ് ഓർഗാനിസംസ്, ജീവനുള്ള ഓർഗാനിസംസ്, ലിവിങ് ഓർഗാനിസംസ് വഴിയാണ് ഇവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അത് ഏതൊക്കെയാ? ദിസ് ഒക്കേഴ്സ് വെൻ സച്ച് ആസ് മോസ്കിറ്റോസ്, ഫ്ലൈസ്, റാറ്റ് ആൻഡ് അതർ വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസംസ്. ഏതൊക്കെ വഴിയാ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ? വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ഓർഗാനിസംസ് ആണ്. പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ലിവിങ് ഓർഗാനിസം ആണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ലിവിങ് ക്രീച്ചർ ആണ് വെക്ടർ. വെക്ടേഴ്സ് ആർ ലിവിങ് ഓർഗാനിസംസ് that can transfer pathogenic microorganism to other animals or location. അതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തെയാണ് ഈ വെക്ടർ എന്ന് പറയുന്നത്, വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാ പറഞ്ഞേക്കുന്നത്? മോസ്കിറ്റോസുകൾ, കൊതുകുകൾ വഴി, അല്ലെങ്കിൽ ഫ്ലൈസ്, ഈച്ചകൾ വഴി, റാറ്റ്, എലികള്, ആൻഡ് അതർ വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ. വെർമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കീടങ്ങള് അല്ലെങ്കിൽ ചെറിയ പ്രാണികള്, കീടങ്ങള് അല്ലെങ്കിൽ ചെറിയ പ്രാണികളൊക്കെ വഴി ട്രാൻസ്മിഷൻ നടത്താം.
ഇതിനകത്ത് വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ വരുന്ന ഏതൊക്കെയാ? മോസ്കിറ്റോസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫ്ലൈസ്, റാറ്റ് ആൻഡ് അതർ വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, കീടങ്ങള്, ചെറിയ പ്രാണികളൊക്കെ വഴി ട്രാൻസ്മിഷൻ നടത്താം. ഇതിനകത്ത് നമ്മൾ പഠിച്ചത് ട്രാൻസ്മിഷൻ, ഇത് 5 എണ്ണം നോക്കണം കേട്ടോ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതൊക്കെ രീതിയിലാണ് ഈ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതികള്. കോണ്ടാക്ട് പറഞ്ഞു, ഫസ്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, രണ്ടാമത്തെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, മൂന്നാമത്തെ എയർബോൺ ട്രാൻസ്മിഷൻ, അടുത്ത കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, അടുത്തത് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഏതെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടോ എന്ന് നോക്കിയേ, ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഉണ്ടോ നോക്ക്. ക്ലിയർ ആണോ? രണ്ടാമത്തെയോ ഏതാ? ഡ്രോപ്ലെറ്റ് ആണോ? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഡ്രോപ്ലെറ്റ്സ് എന്താ? വായുതുള്ളികള്. അപ്പൊ മൈക്രോബ്സ് അടങ്ങിയിട്ടുള്ള വായുതുള്ളികള് അത് നമ്മുടെ എയറിൽ കുറച്ചു നേരം അത് നിൽക്കും. അപ്പൊ നമ്മളിപ്പോ ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരാള് ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വായുതുള്ളികള് അല്ല അതിലെന്തുണ്ടാവും? അപ്പൊ നമ്മള് എന്താ പറയാ, ഡ്രോപ്ലെറ്റ്സ് പുറത്തേക്ക് വരൂലേ ചുമക്കുമ്പോൾ? ഇൻഫെക്ഷൻ ഉള്ള ഒരാള് കഫ് ചെയ്യുമ്പോൾ, ചുമക്കുമ്പോഴൊക്കെ ഡ്രോപ്ലെറ്റ്സ് എയറിലേക്ക് വരും. അപ്പൊ ആ ഡ്രോപ്ലെറ്റ്സിൽ മൈക്രോബ്സുകൾ ഉണ്ടാവും, ഇൻഫെക്റ്റഡ് ഏജന്റ്സ് ഉണ്ടാവും അവിടെ. മൈക്രോബ്സുകൾ നേരെ അത് കുറച്ചു ദൂരം ചുമക്കുമ്പോ നമ്മളെ ശക്തിയായിട്ടൊക്കെ അല്ലേ, അപ്പൊ കുറച്ചു നേരം അത് പുഷ് ചെയ്യും, അത് എയറിലേക്ക് പുഷ് ചെയ്യുകയും അത് നേരെ ആ പേഷ്യന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ മൈക്രോബ്സ് നേരെ ആ പേഷ്യന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാം, ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത് കഫിംഗ് ആണ് പ്രധാനമായിട്ടും ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വരുന്ന ഒരു ഇത്, കഫിംഗ് വഴി. പിന്നെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു കാര്യം കൂടി, ഡ്യൂറിംഗ് ദ പെർഫോമൻസ് ഓഫ് സർട്ടൻ പ്രൊസീജിയർ സച്ച് ആസ് ബ്രോങ്കോസ്കോപ്പി പോലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴും ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വരാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പിട് കേട്ടോ, എന്നാലും എനിക്ക് മനസ്സിലാൻ പറ്റുള്ളൂ. പിന്നെ എയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കോമൺ വെഹിക്കിൾ പറഞ്ഞു, അതിനകത്ത് ഏജൻസ്, ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ്, എക്യുപ്മെന്റ്സുകളൊക്കെ വഴി മൈക്രോ ഓർഗാനിസംസ് സ്പ്രെഡ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ വെക്ടർ ബോൺ എന്ന് പറഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കുക, വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസംസ് ആണ്. ഫ്ലൈസ്, റാറ്റ്, വെർമിൻ, മോസ്കിറ്റോസ് ഒക്കെ വഴി ഈ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി അപ്പോ ഇങ്ങനെ ഈ രീതികളിലൂടെയൊക്കെ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാം, നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന രീതികളാണ് നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് പറയുന്ന അതിന്റെ പ്രിവെൻഷൻ, അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, അതിനെ തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിവെന്റ് ചെയ്യുക, തടയുക. തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാ പറഞ്ഞേക്കുന്നത്. കൺട്രോളിംഗ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഈസ് to implement quality assurance, quality control measure to the health care sectors. നോക്കിയേ, ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ഈ ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ ക്വാളിറ്റി കൺട്രോള്, ക്വാളിറ്റി അഷുറൻസ് എന്നിവ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് ഒരു കൺട്രോളിംഗ് മെത്തേഡാണ്. ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ അത് കൺട്രോൾ ചെയ്യുന്നത്, ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ഈ ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോള് എന്നിവ ഇംപ്ലിമെന്റ് ചെയ്യുക. ആൻഡ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ്. എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ക്യാൻ ബി ഫീസിബിൾ അപ്രോച്ച്. ഫീസിബിൾ എന്ന് പറഞ്ഞാൽ പ്രായോഗികമായ,
ഫീസബിൾ പ്രായോഗികമായ ഒരു സമീപനമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫീസബിൾ അപ്രോച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് പറഞ്ഞത് ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ എന്നിവ ഇംപ്ലിമെന്റ് ചെയ്യുക. മായക്ക് ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രിവെൻഷൻ ആണ്, പ്രിവെന്റ് ചെയ്യുന്നത്. ഇനി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷനെ എങ്ങനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അതിനെ തടയാൻ പറ്റും. അതിന് നമ്മൾ പറഞ്ഞ രണ്ട് പ്രായോഗികമായിട്ടുള്ള ഫീസിബിൾ അപ്രോച്ചിന് അതിനുവേണ്ടി ചെയ്യുന്ന രണ്ട് പ്രായോഗികമായിട്ടുള്ള സമീപനമാണ്. ഒന്നാമത്തത് ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ ക്വാളിറ്റി അഷുറൻസ്. ക്വാളിറ്റി അഷുറൻസ് ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അഷുറൻസ്, അതുപോലെ ക്വാളിറ്റി കൺട്രോള്, ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോള് എന്നിവ ഈ ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആൻഡ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ്. എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ബെസ്റ്റ് അവൈലബിൾ എവിഡൻസ് ടു മേക്ക് ദ ഡിസിഷൻ. എവിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ എവിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇതാണ് എടുക്കുന്നത്. അതാണ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും എന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനമാണ്. ദീസ് ആർ ദ ഫോളോയിങ് വേസ് ടു പ്രിവെന്റ് HAI. ഇത് നിങ്ങൾ നോക്കുക. ഇവിടെ എന്ന് വെച്ചാൽ ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇത് പഠിക്കണം, മെത്തേഡുകളുടെ പേരുകൾ പഠിക്കണം. ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കാം. ഫസ്റ്റ് വരുന്നതാണ് സാനിറ്റേഷൻ. ഇതെല്ലാവരും നമുക്ക് പരിചയമുള്ള കാര്യമാണ്, സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. സാനിറ്റേഷൻ, നമ്മൾ കൊറോണയൊക്കെ വന്നപ്പോ ഒരുപാട് സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ചു. സാനിറ്റേഷൻ ഒക്കെ ചെയ്തില്ല എല്ലാവരും, എല്ലായിടത്തൊക്കെ അല്ലേ? എന്തിനാ നമ്മള് വൈറസിനെ നമുക്ക് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാനിറ്റേഷൻ ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെ ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡ് ആയിട്ട് പറയുന്നത് സാനിറ്റേഷൻ ആണ്. സാനിറ്റേഷൻ നോക്കിയേ, hospital must have sanitation protocols concerning uniforms, equipment, sterilization, washing and other preventive measures. ഹോസ്പിറ്റലില് നിർബന്ധമായിട്ടും എന്ത് വേണം? ഒരു ഈ യൂണിഫോമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളുമായിട്ട് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ, വാഷിങ്, മറ്റുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എന്നിവയായിട്ട് ബന്ധപ്പെട്ട് ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോള് ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നാ പറഞ്ഞേക്കുന്നത്. ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോള് ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യണം. thorough hand washing and or use of alcoholic rubs by all medical personnel before and after each patient contact. Okay, is one of the most effective way to fight nosocomial infection. thorough hand washing, നമ്മൾ കുറെ ചെയ്തില്ലേ ഹാൻഡ് വാഷിംഗ് ഒക്കെ. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകൾ വെറുതെ കൈ ഇത് കഴുകല്ലാതെ കുറെ സ്റ്റെപ്സുകളായിട്ട് ഫോളോ ചെയ്തില്ലേ? ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് അത് പഠിക്കാറുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകൾ കണ്ടോ, പല രീതിയിൽ കൈ കഴുകുന്നത്. അത് നമുക്ക് പഠിക്കാണ്ട്. നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞ നമ്പർ ഇട്ട് ഓരോന്നും പഠിക്കാണ്ട്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം ഓരോന്നും. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ നമ്മള് തറവുമായിട്ടുള്ള ഹാൻഡ് വാഷിങ്ങും അല്ലെങ്കിൽ അതിന് എപ്പോഴെപ്പോഴും കൈ കഴുകാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് ആൽക്കഹോളിക് റബ്സ്. ആൽക്കഹോളിക് റബ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ ആൽക്കഹോളിൻ കണ്ടന്റ് ഉള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസർ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതല്ലേ? അത് ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതല്ലേ? ഈ സ്റ്റെറിലൈസർ തീ പിടിക്കൂലേ? ഈ ഏതാ പറയാ, സാനിറ്റൈസർ, സ്റ്റെറിലൈസർ അല്ല സോറി, സാനിറ്റൈസർ. നമ്മള് സാനിറ്റൈസർ ഒക്കെ പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനമാണ്. അത് ആൽക്കഹോളിക് റബ്സ് ആണ്. ആൽക്കഹോളിക് റബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതാണ് ആൽക്കഹോളിക് റബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നില്ലെങ്കിൽ നമ്മൾ തറവായിട്ട് ഹാൻഡ് വാഷിംഗ് നടത്തണം, അല്ലെങ്കിൽ ആൽക്കഹോളിക് റബ്സ്, ആ സാനിറ്റൈസർ ഒക്കെ ഉപയോഗിക്കണം. എപ്പോഴാ? മെഡിക്കൽ പേഴ്സണൽ, റബ്സ് ബൈ ഓൾ മെഡിക്കൽ പേഴ്സണൽ. എല്ലാ മെഡിക്കൽ പേഴ്സണലും മെഡിക്കൽ പരമായിട്ടുള്ള ഉദ്യോഗസ്ഥരും
എപ്പോഴാ? ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈച്ച് പേഷ്യന്റ് കോണ്ടാക്ട്. ഒരു പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും ആ പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷവും എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ ഹാൻഡ് വാഷിങ് ചെയ്യണം, അല്ലെങ്കിൽ ആൽക്കഹോളിക് റബ്സുകൾ, അതായത് സാനിറ്റൈസർ ഒക്കെ ചെയ്യണം, സാനിറ്റൈസ് ഒക്കെ ചെയ്യണം. അതെന്താണെന്ന് പറഞ്ഞേക്കണേ? ബൈ ഓൾ മെഡിക്കൽ പേഴ്സണൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈച്ച് പേഴ്സണൽ കോണ്ടാക്ട് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എഫക്ച്വൽ വേ ടു ഫൈറ്റ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു മാർഗമാണ് ഈ സാനിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് നടത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ഹാൻഡ് വാഷിങ്ങിലൂടെയും ഈ സാനിറ്റൈസിങ്ങിലൂടെയും ഒക്കെ നമുക്ക് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് തടയാൻ പറ്റും. നോക്കി, സാനിറ്റൈസിങ് സർഫസ് ഈസ് പാർട്ട് ഓഫ് കൺട്രോൾ മെഷർ ടു റെഡ്യൂസ്. അവിടെ ലെസൺ എന്നുള്ളത് വേണ്ട കേട്ടോ, അത് രണ്ടിന്റെ മീനിങ് സെയിം ആണ്. ലെസൺ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ള മീനിങ് ആണ് ലെസൺ, അത് വെട്ടിക്കളഞ്ഞു, അവിടെ റെഡ്യൂസ് മതി. സാനിറ്റൈസിങ് സർഫസ് ഈസ് ദ പാർട്ട് ഓഫ് കൺട്രോൾ മെഷർ ടു റെഡ്യൂസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഇൻ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. ഓക്കെ, അപ്പൊ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടോ അവിടെ. അപ്പൊ ഈ സാനിറ്റൈസ് ചെയ്ത സർഫസ് എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ എൻവയോൺമെന്റില് ഈ സാനിറ്റൈസ് ചെയ്ത സർഫസ് എന്ന് പറയുന്നത് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ കുറയ്ക്കാനുള്ള ഒരു കൺട്രോൾ മെഷർ ആണ് ഈ സാനിറ്റൈസിങ് സർഫസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ സ്ഥലവും സുരക്ഷിതമായിട്ട് നമ്മൾ സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാലോ, അതിനെ നമുക്ക് തടയാൻ പറ്റും അല്ലെ. അപ്പോൾ ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു കൺട്രോൾ മെഷർ ആണ് സാനിറ്റൈസിങ് സർഫസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, നോട്ട് വിത്ത്സ്റ്റാൻഡിങ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഓർ ഡെസ്പൈറ്റ്, DSPIT എന്ന് എഴുതിയാൽ മതി. ഡെസ്പൈറ്റ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എന്നുള്ളത് വെട്ടിക്കളയാ, അവിടെ ഡെസ്പൈറ്റ് എന്ന് എഴുതാം, DSPITE. ഡെസ്പൈറ്റ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ, സാനിറ്റേഷൻ പ്രോട്ടോകോള് ഉണ്ടായിരുന്നിട്ടും ഓക്കെ പേഷ്യന്റ് കനോട്ട് ബി കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ഫ്രം കമ്മ്യൂണിക്കബിൾ ഏജൻസ്. അപ്പൊ ഈ സാനിറ്റേഷൻ പ്രോട്ടോകോള് ഉണ്ടായിരുന്നിട്ട് നമുക്ക് പേഷ്യൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ കമ്മ്യൂണിക്കബിൾ ഏജന്റിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല, മാറ്റി നിർത്താൻ പറ്റില്ല. സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നിട്ടും പേഷ്യൻസിനെ നമുക്ക് cannot be completely isolated from communicable agents. ഈ കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്നും നമുക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്താൻ പറ്റിയിട്ടില്ല. Moreover, patients are often advised to make antibiotics and other antimicrobial drugs to help to treat illness. അതിനുപരിയായിട്ട് ഈ പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ ആന്റിബയോട്ടിക്സും ആന്റിമൈക്രോബിയൽ ഡ്രഗ്സും ഉപയോഗിക്കാൻ പറയാറുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വരുമ്പോ അവർക്കിടെ റെസിസ്റ്റൻസ് പവറിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അവരുടെ ഓൾറെഡി അവർക്കൊരു റെസിസ്റ്റൻസ് പവർ കിട്ടും. ആന്റിബയോട്ടിക്സും ആന്റിമൈക്രോബിയൽ ഡ്രഗ്സും ഈ ഇൽനെസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കഴിക്കാനായിട്ട് പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ അവർക്കിടെ ഈ റെസിസ്റ്റൻസ് പവറിനെ വർദ്ധിപ്പിക്കാൻ കാരണമാകും. ദിസ് മേ എൻലാർജ് ഓർ ഇൻക്രീസ് the selection pressure for the emergence of resistant strain. റെസിസ്റ്റൻസ് പവറിനെ വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഓക്കെ, ഇതാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. സാനിറ്റേഷൻ അപ്പൊ ഒരു സാനിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ ഒരു മാർഗമാണ് സാനിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് നമ്മൾ തറവായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യുക, ആൽക്കഹോളിക് റബ്സ് ഉപയോഗിക്കുക, പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും കോണ്ടാക്ട് ചെയ്തതിന് ശേഷമൊക്കെ ഇത്
ഉപയോഗിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് എന്ന് വെച്ചാൽ ഒരു നല്ലൊരു മാർഗമാണ് നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്ത് നിർത്താനുള്ള ഒരു നല്ലൊരു മാർഗമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ ഈ സാനിറ്റൈസിങ് സർഫസ് എന്ന് പറയുന്നത് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ റെഡ്യൂസ് ചെയ്യാൻ, കുറയ്ക്കാനുള്ള ഒരു കൺട്രോൾ മെഷർ ആണ് സാനിറ്റൈസിങ് സർഫസ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നിട്ടും ഈ പേഷ്യന്റ് നമുക്ക് പൂർണ്ണമായിട്ടും എന്റെ ഐസൊലേറ്റഡ് ശരീരത്തിൽ നിന്ന് മാറ്റി, കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ അവിടെ നോട്ട് വിത്ത് സ്റ്റാൻഡിംഗ് എന്നുള്ളടത്ത് അവിടെ ഡെസ്പൈറ്റ് എന്ന് എഴുതിയാൽ മതി. DESPITE, ഡെസ്പൈറ്റ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ. ഡെസ്പൈറ്റ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ, സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നിട്ടും പേഷ്യന്റിനെ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്ന് പൂർണ്ണമായിട്ടും ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിനുപരിയായിട്ട് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആന്റിബയോട്ടിക്സും ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ് ഒക്കെ കഴിക്കാൻ നിർദ്ദേശിക്കാറുണ്ട്, പേഷ്യന്റിനോട് അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം പേഷ്യന്റിന്റെ റെസിസ്റ്റൻസ് പവറിനെ കൂട്ടാൻ കാരണമാകും. ഇനി അടുത്ത രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ ആണ്. സ്റ്റെറിലൈസേഷൻ നമ്മൾ പഠിച്ചില്ല CSSD സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതൊക്കെ. ഇപ്പൊ സാനിറ്റേഷൻ എന്ന് പറഞ്ഞത് ഈ സാനിറ്റേഷനും അപ്പുറത്താണ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. നമ്മളിപ്പോ സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാണ്, സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ്. It destroys all microbes on equipments and surface through exposure to chemicals, ionizing radiation, dry heat or steam under pressure. ഇതിപ്പോ ഈ പറഞ്ഞതെല്ലാം ഡിഫറെന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ്. കെമിക്കൽ വഴി, എക്സ്പോഷർ ടു കെമിക്കൽസ് വഴി, അയനൈസിങ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട്, ഡ്രൈ ഹീറ്റ് ഉപയോഗിച്ചിട്ട്, സ്റ്റീം അണ്ടർ പ്രഷർ, അതാണ് നമ്മൾ പറഞ്ഞ ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവില് സ്റ്റീമാണ്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്. ഇതൊക്കെ ഡിഫറെന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആണ്. അപ്പൊ ഇങ്ങനെ സ്റ്റെറിലൈസേഷനിലൂടെ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ഡിസ്ട്രോയ് ഓൾ മൈക്രോ ഓർഗാനിസംസ് ഓൺ എക്യുപ്മെന്റ്സ് ആൻഡ് സർഫസ്. സർഫസിലുള്ളതും എക്യുപ്മെന്റ്സിലുള്ളതൊക്കെ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഈ എക്യുപ്മെന്റ്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ നമുക്ക് ഇൻഫെക്ഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറ്റും? തടയാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പ്രിവെന്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ ഈ സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നമ്മള് നല്ലതെന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ ആണ്. ഓക്കെ, ഈ സാനിറ്റേഷനും അപ്പുറത്താണ് സ്റ്റെറിലൈസേഷൻ. അത് നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഒക്കെ ഓട്ടോക്ലേവുകളിലൊക്കെ 121 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ മൈക്രോ ഓർഗാനിസംസും അതിൽ നിന്ന് ഡിസ്ട്രോയ് ആവും അല്ലെ. ജസ്റ്റ് സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. ക്ലിയർ ആയോ? സാനിറ്റേഷന് അപ്പുറത്താണ് സ്റ്റെറിലൈസേഷൻ. ഇതെന്ത് ചെയ്യുന്നു? എല്ലാ മൈക്രോ ഓർഗാനിസത്തിലും എക്യുപ്മെന്റ്സിലുള്ളതും സർഫസിലുള്ളതും ഒക്കെ ആയിട്ടുള്ള എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യും. ഇനി അടുത്തതാണ് ഒരു ഐസൊലേഷൻ. ഐസൊലേഷൻ അവിടെ നിങ്ങൾ ആ ബ്രോങ്കോസ്കോപ്പി എന്നുള്ളത് അതൊന്ന് എഴുതി വെച്ചോട്ടോ, ലാസ്റ്റ് ആക്കണ്ട, ഒന്ന് എഴുതി വെക്കാം. ബ്രോങ്കോസ്കോപ്പി എന്നിട്ട് ബാക്കിക്ക് നോക്കാം, അല്ലെങ്കിൽ പിന്നെ അത് വിട്ടുപോകും. Bronchoscopy. Bronchoscopy is an endoscopic technique. Is an endoscopic technique. Endoscopic, ENDOSCOPIC, endoscopic technique of visualizing the inside of the airway, inside of the airways for diagnostic
for diagnostic and therapeutic. 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 ചികിത്സാപരമായ. Therapeutic purposes. 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 Bronchoscopy is an endoscopic technique of visualizing the inside of the airways for diagnostic and therapeutic purposes. ഇതിന് ഉപയോഗിക്കുന്ന ഈ ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബ്രോങ്കോസ്കോപ്പ്. അതും കൂടി ഒന്ന് എഴുതിക്കോ. ബ്രോങ്കോസ്കോപ്പ്. BRONCHOSCOP. ബ്രോങ്കോസ്കോപ്പ്. എൻഡോസ്കോപ്പി ചെയ്യാൻ എൻഡോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അതുപോലെ ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബ്രോങ്കോസ്കോപ്പ്. BRONCHOSCOPE. ബ്രോങ്കോസ്കോപ്പ്. ഓക്കെ, ഇനി ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ 2 പ്രിവെന്റീവ് മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ? ഫസ്റ്റ് പറഞ്ഞു എന്താണ്? സാനിറ്റേഷൻ. സെക്കൻഡ് വൺ സ്റ്റെറിലൈസേഷൻ. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ എന്ന് പറഞ്ഞ ഐസൊലേഷൻ ആണ്. ഐസൊലേഷൻ എന്ന് പറഞ്ഞ എന്താ? മാറ്റി നിർത്തുക. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുക. Isolation is the application of isolating precaution designed to prevent. അവിടെ ഒന്ന് എഴുതിക്കേ. Designed to prevent. PREVENT. അവിടെ ചേർക്കാം കേട്ടോ. പ്രിവെന്റ് എന്ന് എഴുതി ചേർക്കാം അവിടെ. PREVENT. Prevent transmission of microbes by common roots in hospitals. ഓക്കെ, അപ്പൊ ഐസൊലേഷൻ എന്ന് പറഞ്ഞ എന്താ? മാറ്റി നിർത്തുക അല്ലെ? ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുക, അവരെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുക. അതാണ് ഐസൊലേഷൻ. ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഫീലിംഗ് എലോൺ. നമ്മൾ ഒറ്റയ്ക്ക് നിർത്തുന്ന, ഐസൊലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മാറ്റി നിർത്തുക എന്നുള്ള അർത്ഥം. അപ്പൊ അതിനകത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഒരിതായിട്ട് നിർത്തുക. അപ്പൊ മറ്റുള്ള ഇൻഫെക്ഷനൊക്കെ നമ്മളെ പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, ഐസൊലേഷൻ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് isolating precaution designed to prevent transmission of microbes by common route in the hospital. ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ ഈ മൈക്രോബ്സുകളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് ഈ തടയാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഐസൊലേഷൻ എന്ന് പറഞ്ഞത് ഇതൊരു പ്രിക്കോഷന്റെ ഭാഗമാണ്. പ്രിക്കോഷൻ ഒരു മുൻകരുതലിന്റെ ഒരു ഭാഗമാണ് ഇത്, ഈ ഐസൊലേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഐസൊലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുക. അപ്പൊ വേറെ ആരുമായിട്ടും കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അല്ലെ? അപ്പൊ ഈ ട്രാൻസ്മിഷൻ ചെയ്യുന്നതിന് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് എതിരായിട്ടുള്ള ഒരു പ്രിക്കോഷൻ ആണ് ശരിക്കും ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലുകളിലെ സാധാരണ വഴികളിലൂടെ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഐസൊലേഷൻ. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെയൊക്കെ ഈ ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഐസൊലേഷൻ ബിക്കോസ് ഏജന്റ് ആൻഡ് ഹോസ്റ്റ് ഫാക്ടർ ആർ മോർ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ. ഇപ്പൊ നമ്മൾ ഈ ഇൻഫെക്ഷൻ വരുത്തുന്ന ഏജന്റുകള് അല്ലെങ്കിൽ അതിന്റെ ഹോസ്റ്റ് ഫാക്ടർ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ, നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാല് ഈ മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ തടസ്സപ്പെടുത്തുന്നത് പൂർണ്ണമായിട്ടും ട്രാൻസ്മിഷൻ വഴിയാണ്. നോക്കി ഒന്ന് ശ്രദ്ധിച്ചിരിക്കട്ടോ. ബിക്കോസ് ദ ഏജന്റ് ആൻഡ് ഹോസ്റ്റ് ഫാക്ടർ ആർ മോർ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ. ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം. ഇന്ററപ്ഷൻ INTERRUPTION തടസ്സം. Interruption of transfer of microbes is directly mainly by transmission. എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഏജന്റും ഈ ഇൻഫെക്ഷൻ വരുന്ന ആ ഏജന്റും ഹോസ്റ്റ് ഫാക്ടറും നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഈ മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ തടസ്സപ്പെടുത്തുന്നത്. ഇന്ററപ്ഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് മൈക്രോബ്സിന്റെ ഒക്കെ ട്രാൻസ്ഫർ തടസ്സപ്പെടുത്തുന്നത് മെയിൻ ആയിട്ടും ട്രാൻസ്മിഷൻ ആണ്. ട്രാൻസ്മിഷൻ വഴിയാണ് തടസ്സപ്പെടുത്തുന്നത്.
ഓക്കെ, എക്സാമ്പിൾ വേണ്ട കേട്ടോ, ആ എക്സാമ്പിൾ നോക്കണ്ട, ഇത്രയും മതി അതിനകത്ത്. മൈക്രോബ്സിന്റെ ഈ ട്രാൻസ്ഫർ തടസ്സപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും ഈ ട്രാൻസ്മിഷൻ വഴിയാണ്. ഏജന്റും ഹോസ്റ്റ് ഫാക്ടറിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഈ മൈക്രോബ്സിന്റെ ഒക്കെ ട്രാൻസ്ഫർ തടസ്സപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും ട്രാൻസ്മിഷൻ വഴിയാണ് ഇത് തടസ്സപ്പെടുത്തുന്നത്. ഓക്കെ, പിന്നെ അടുത്താണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും അല്ലെ. ഹാൻഡ് വാഷിംഗ് ഫ്രീക്വന്റ്ലി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക്, ഫ്രീക്വന്റ്ലി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ കഴുകുക എന്നുള്ളത്. ഹാൻഡ് വാഷിംഗ് ഫ്രീക്വന്റ്ലി ഈസ് കോൾഡ് ദ സിംഗിൾ മോസ്റ്റ് പ്രൈം മെഷർ ടു lessen the risk of transmitting skin microbes from one person to another or from one site to another. ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്കോ ഒക്കെ ഈ സ്കിൻ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഏതിലൂടെ? ഹാൻഡ് വാഷിങ്ങിലൂടെ. ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ പതിവായിട്ട് കൈയൊക്കെ കഴുകുമ്പോൾ ഈ സ്കിൻ മൈക്രോബ്സുകൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്കോ ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ലെസൺ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, റെഡ്യൂസ്. വാഷിംഗ് ഹാൻഡ്സ് ആസ് ഇൻ ദ പ്രോപ്പർ ആൻഡ് തറോ മാനർ ആസ് പോസിബിൾ ബിറ്റ്വീൻ പേഷ്യന്റ് കോണ്ടാക്ട് ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത്. അപ്പൊ പേഷ്യന്റ് നമ്മൾ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് അവരുടെ ബ്ലഡുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സുകള് അല്ലെങ്കിൽ അവര് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസ്, തുപ്പല അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സെക്രീഷൻസ്, എക്സ്ക്രീഷൻസ്, യൂറിൻ പോലുള്ള എക്സ്ക്രീഷൻസോ അല്ലെങ്കിൽ അതിന്റെ എക്യുപ്മെന്റ്സുകള്, ഇതൊക്കെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ഇതെല്ലാമായിട്ട് നമുക്കൊരു കോണ്ടാക്ട് വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മളിലേക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് തറോ ഹാൻഡ് വാഷിംഗ് അല്ലെ. നല്ല രീതിയിൽ വെറുതെ വെള്ളം ഒഴിച്ചാൽ പോരാ. അതാണ് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകളും നമ്മളോട് പറഞ്ഞേക്കുന്നത്. അത് ഡീറ്റെയിൽ പഠിക്കാം. അപ്പൊ നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ ആ ഒക്കെ നമ്മൾ പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ആ ബ്ലഡോ അവരുടെ ബോഡി ഫ്ലൂയിഡോ സെക്രീഷനോ എക്സ്ക്രീഷനോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? തറോ ഹാൻഡ് വാഷിംഗ്, നന്നായിട്ട് ഹാൻഡ് വാഷിംഗ് നടത്തുക. അപ്പൊ അത് നമ്മൾ ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാനുള്ള ഒരു മാർഗമാണ് ഹാൻഡ് വാഷിംഗ്. ഇവിടെ നോക്കിയേ, articles by them is a prime factor for infection control and isolation precaution. അപ്പൊ ഈ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഒരു മുൻകരുതലിന്റെയും ഭാഗം, പ്രിക്കോഷൻ എന്ന് വെച്ചാൽ മുൻകരുതലുകൾ, ഐസൊലേഷൻ പ്രിക്കോഷൻസ്, മുൻകരുതലിന്റെയും ഒരു ഭാഗമാണ് ഈ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഹാൻഡ് വാഷിംഗ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയാനും അതിന്റെ ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ പതിവായിട്ട് ഹാൻഡ് വാഷിംഗ് ചെയ്യാന്നുള്ളത്. നമ്മൾ പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്തതിന് ശേഷവും അല്ലെങ്കിൽ അവരുടെ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡോ സെക്രീഷനോ എക്സ്ക്രീഷൻ എക്യുപ്മെന്റ്സുകളോ അല്ലെങ്കിൽ അതെന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിച്ചതിന് ശേഷമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഫ്രീക്വന്റ് ആയിട്ട് നമ്മള് നല്ല രീതിയിൽ ഹാൻഡ് വാഷ് നടത്തുക. അപ്പോ എന്ന് പറഞ്ഞാൽ ഈ ഇൻഫെക്ഷനൊക്കെ നമ്മളിലേക്ക് വരാതെ അതിന്റെ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അത് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലും നമുക്ക് ചെയ്യാം. പ്രിക്കോഷൻ എന്നുള്ള നിലയിലും ഈ ഹാൻഡ് വാഷിംഗ് വളരെ പ്രധാനപ്പെട്ട ഇത് മുൻകരുതലുകളുടെയും ഇൻഫെക്ഷൻ കൺട്രോളിന്റെയും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ, നെറ്റ് ഇഷ്യൂസ് ഉണ്ടെന്ന് ഇവിടെ പറയണ്ടായിരുന്നു. അപ്പൊ കേൾക്കാൻ പറ്റുന്നവര് കേൾക്കാം. ഒരു എന്താ പറയാ, നമ്മള് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ നാളെ ഉണ്ടല്ലോ നമുക്ക് ക്ലാസ്, അപ്പൊ നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം കൂടി ഉള്ളൂ, ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? എല്ലാവർക്കും ഒരുപോലെയാണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അപ്പൊ അവിടെ ചോദിക്കും, എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. എക്സ്പാൻഡ് PPE. വാട്ട് ഈസ് എക്സ്പാൻഡഡ് ഫോം? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE. അത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പേഴ്സണൽ പ്രൊട്ടക്ട് ഐറ്റംസ് ആണ്. അത് വരുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗ്ലൗസുകൾ വരാം, അതുപോലെ ഗൗൺ. ഗൗൺ എന്ന് പറഞ്ഞ എന്താ, നമ്മൾ ഈ ഡ്രസ്സിന്റെ മുകളിൽ ഇടുന്ന മേൽക്കുപ്പായം, ഗൗൺ വരാം. ഓക്കെ, മാസ്ക്, അത് പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ ബോഡീനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ മാസ്കുകള്. ആൻഡ് ഐവെയർ, ഐവെയർ എന്ന് വെച്ചാൽ കണ്ണട, കണ്ണടകള്. ഓക്കെ, ഷീൽഡ്. ഓക്കെ, ഷീൽഡ് ഒക്കെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഐറ്റംസ് ആണ്. ഇതൊക്കെ എന്തിനാണ്? ഈസ് യൂസ്ഡ് ടു മെയ്ഡ് ബ്ലോക്കേഡ്സ് എന്ന് പറഞ്ഞ തടസ്സം. ബ്ലോക്കേഡ്സ്, ഒരു തടസ്സം ഉണ്ടാക്കാൻ. ബ്ലോക്കേഡ്സ് ദാറ്റ് പ്രൊട്ടക്ട് ദ സ്കിൻ, ക്ലോത്തിങ്, നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ക്ലോത്തിങ്. മ്യൂക്കസ് മെംബ്രെയിൻ, മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് വെച്ചാൽ ശ്ലേഷ്മപാളി, ശ്ലേഷ്മപാളി. ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട്, ശ്വസനനാളം. അതിനൊക്കെ നാളത്തിനൊക്കെ ഇൻഫെക്ഷൻ ഏജന്റിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫെക്റ്റഡ് ഏജന്റ്സിൽ നിന്ന് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് മാസ്ക് വെക്കാം. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൗണുകൾ ധരിക്കാം. കൈയിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൗസുകൾ ധരിക്കാം, അല്ലെ? അപ്പൊ ഇങ്ങനെ ഐവെയർ, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണടകൾ ധരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഐറ്റംസ് ഒക്കെ എന്തിനാ? സ്കിന്നിനെയും ക്ലോത്തിങ്ങിനെയും മ്യൂക്കസ് മെംബ്രെയിൻ, റെസ്പിറേറ്ററി ട്രാക്കിനെയും ഒക്കെ ഇൻഫെക്ഷൻസ് ഏജന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഗ്ലൗസുകൾ താഴെ പറയേണ്ടത് വേറെ കണ്ടോ. ബിസൈഡ് ഹാൻഡ് വാഷിങ്ങിന്റെ നമ്മള് പുറമെ ആയിട്ട് ഗ്ലൗസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് തടയുന്നുണ്ട്, അല്ലെ? ഗ്ലൗസ് ഇടാം, ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ പിടിച്ചാലും നമ്മൾക്ക് ഒരു കോണ്ടാക്റ്റും വരുന്നില്ല. അങ്ങനെ നമുക്ക് ഈ ഹാൻഡ് വാഷിങ് എപ്പോഴെപ്പോഴും ഹാൻഡ് വാഷിങ് പകരം നമുക്ക് ഗ്ലൗസ് ഉപയോഗിക്കാം, അല്ലെ? അപ്പൊ ഈ ഗ്ലൗസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹാൻഡ് വാഷിങ്ങിന് പുറമെ ഗ്ലൗസ് ഒരു ഇമ്പോർട്ടന്റ്, പിവോറ്റൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് എന്നാണ് മീനിങ്. ഇമ്പോർട്ടന്റ്. Beside hand washing, gloves play important role in the possibility of transmission of microorganism. Microorganism transmit ചെയ്യുന്ന ആ ഒരു സാധ്യത, അതിനെ നമുക്ക് ഗ്ലൗസ് എന്ത് ചെയ്യുന്നു? തടയും. ഓക്കെ, ഹാൻഡ് വാഷിങ്ങിന്റെ ഒപ്പം തന്നെ ഗ്ലൗസും ഇത് നമ്മൾ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നു. ഇത്രയും കാര്യങ്ങൾ മതി. ഇപ്പൊ നമ്മള് ഇത് മ്യൂട്ട് മാറ്റിയിടാം കേട്ടോ. ഓക്കെ, നമ്മളൊന്ന് പഠിച്ചത് ഒന്നുകൂടി ഒന്ന് നിങ്ങൾ നോക്കണം. ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞത് ഏതാ? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. ട്രാൻസ്മിഷൻ ചെയ്യുന്ന രീതികൾ അറിയാലോ. ഏതൊക്കെയാ? നമ്മൾ കോണ്ടാക്റ്റിലൂടെ ട്രാൻസ്മിഷൻ ചെയ്യാം. ഒന്ന് പറഞ്ഞേ വേഗം വേഗം. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. കോണ്ടാക്റ്റിലൂടെ നമുക്ക് ട്രാൻസ്മിഷൻ വരാം. പിന്നെ സൂര്യ PR. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, അതായത് ഡയറക്റ്റ് ആയിട്ട് സർഫസിൽ ആയിട്ട് കോണ്ടാക്ട് വരുമ്പോഴോ അങ്ങനെ മൈക്രോ ഓർഗാനിസംസ് പകരാം. അങ്ങനെ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് വഴി സാധ്യതയുണ്ട്, പകരാനുള്ള സാധ്യത. ഒബ്ജക്റ്റുകൾ വഴിയാണ് അവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. പിന്നെ നമ്മള് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, ഡ്രോപ്ലെറ്റ്സ്, വായു തുള്ളികളിലൂടെ ട്രാൻസ്മിഷൻ വരാം. പിന്നെ നെക്സ്റ്റ് എയർബോൺ ട്രാൻസ്മിഷൻ, എയറിലൂടെ പകരുന്നത്. പൊടികളിലൂടെ ഈ ഇൻഫെക്ഷൻ ഏജന്റ് ഉള്ള ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിലൂടെ നമുക്ക് എന്താണ് ആ ഇൻഫെക്ഷൻ വരാം.
പിന്നെ നെക്സ്റ്റ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, അതായത് ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസ്, എക്യുപ്മെന്റ് ഇതുവഴിയെല്ലാം പകരുന്നത്. പിന്നെ നെക്സ്റ്റ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ, അതായത് ലിവിംഗ് ഓർഗാനിസംസിലൂടെ പകരുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഫ്ലൈസ്, റാറ്റ്സ്, മോസ്കിറ്റോസ് ഇതെല്ലാം വഴി. വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ ഏതൊക്കെയാന്ന് നോക്കണം കേട്ടോ. മോസ്കിറ്റോസ്. അപ്പൊ അതിനകത്ത് മറ്റതും ചോദിക്കാം നിങ്ങൾക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ? ഓപ്ഷൻസ് മോസ്കിറ്റോസ്, ഫ്ലൈസ്, റാറ്റ്, ഫോർത്ത് വൺ ഫുഡ്. ഏതാന്ന് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബോ എന്ന് ചോദിക്കാം. നോട്ട് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് ചോദിക്കാം. എന്നിട്ട് ഇങ്ങനെ തരാം ഓപ്ഷൻ കേട്ടോ. അല്ലെങ്കിൽ വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാന്ന് ചോദിക്കാം, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാന്ന് ചോദിക്കാം. രണ്ട് രീതിയിലും അത് നോക്കുക ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാ? ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന പ്രിവെന്റീവ് മെത്തേഡ് ആണ്. പ്രിൻസി തോമസ് ഏതൊക്കെയാ പ്രിവെന്റീവ് മെത്തേഡ് പറഞ്ഞേ? പ്രിവെൻഷൻ. പ്രിൻസി എന്താ അവിടെ? ഓക്കെ, ഫർസാന ഉണ്ടോ? ഗീതു ഉണ്ടോ? നിങ്ങളോട് ഇതുണ്ടോ? ഇല്ല. ഇനി ആരാ? ശാന്തി മോള് ഉണ്ടോ? ഏതൊക്കെയാ പ്രിവെന്റീവ് മെത്തേഡ്? ഞാൻ ആരാ പറയാ? ഞാൻ പറയാം. ഓക്കെ, ശാന്തി ഉണ്ട്. സാനിറ്റൈസിങ്, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, PPE. ഇത്രയൊക്കെ നമ്മൾ 5 കാര്യം പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന പല മെത്തേഡുകളാണ്. അപ്പൊ മെത്തേഡ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ. ഇത് നിങ്ങളിപ്പോ ഇങ്ങനെ നമ്മള് ഓരോന്നും നിങ്ങളോട് ചോദിക്കാത്ത തന്നെ ഈ സാധനം ഇവിടെ എന്താ പറയാ, നിങ്ങൾ ലൈവിൽ ഇരുന്നുകൊണ്ട് വേറെ പണിക്കൊക്കെ പോണ്ടോ? ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഓരോന്ന് കഴിയുമ്പോ നിങ്ങൾ വിളിച്ച് ചോദിക്കുന്നതാണ്. എല്ലാവരും ഇവിടെ തന്നെ ഇല്ലേ ക്ലാസ്സില്? ഉണ്ട്. ഓക്കെ. ലാസ്റ്റ് നമുക്ക് കുറച്ചൊരു 5 മിനിറ്റ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ക്ലാസ്സിൽ തന്നെ ഞാൻ ചോദിക്കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. മെസ്സേജ് ചെയ്ത് ചോദിക്കാം. ഏതെങ്കിലും പോയിന്റ്സ് ഒന്നുകൂടി പറയണത്. ഡയറക്റ്റ് നമ്മൾ സംസാരിക്കുന്നില്ല എന്നുള്ളൂ. എല്ലാവരും ക്ലാസ്സിൽ തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ്സ് ഒക്കെ പറയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ക്ലിയർ ആക്കണമെങ്കിൽ അപ്പൊ തന്നെ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, ലാസ്റ്റ് ആവാൻ നിൽക്കണ്ട. അപ്പൊ അത് ചിലർക്ക് ഒന്നുകൂടി നമുക്കത് ക്ലിയർ ചെയ്ത് അങ്ങ് പോകാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് മുന്നേ നമുക്കൊന്ന് നിർത്തിയിട്ട് ഒന്ന് കൺക്ലൂഷൻ പോലെ നിങ്ങൾക്കൊന്ന് പറയാം. പിന്നെ അത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ എക്സാമില്. ഏതൊക്കെയാണ് PPEയിൽ വരുന്നത്, അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോം PPEയുടെ എക്സ്പാൻഡഡ് ഫോമും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത്രയും മതി. എന്നാ നമുക്ക് ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. നാളെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ വായിച്ചു വെക്കാം കേട്ടോ. ഇന്ന് തന്നെ വായിച്ചു വെക്കാം. നാളെ ഉണ്ട്. ഓക്കെ, ബൈ. താങ്ക് യു മാം.